الحمد لله الذي فضل أوقات رمضان على غيره من الأزمان وأنزل فيه القرآن هدى للناس وبينات من الهدى والفرقان وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ഖുതുബകളിലായി വിശുദ്ധ റമദാനിന് വേണ്ടി എങ്ങനെ മാനസികമായി ഒരുങ്ങണമെന്ന വിഷയം നമ്മൾ പറഞ്ഞു. ഈ മഹത്തായ അതിഥിയെ അള്ളാഹു നമ്മളിലേക്ക് ചേരുമ്പോൾ റമദാൻ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് പൂർണ്ണമായി അതിനെ ഉൾക്കൊള്ളാൻ മാനസികമായി നമ്മൾ തയ്യാറെടുക്കുക. പ്രിയമുള്ളവരെ, ആദ്യം നമ്മൾ ആലോചിക്കേണ്ട നമ്മളുടെ ആയുസ്സും നമ്മളുടെ അമലും സംബന്ധിച്ചിട്ടാണ്. ഇത്തിരി പോകുന്നൊരു ജീവിതം, അതിന് അല്ലാഹു പരീക്ഷിക്കാനായി പലതും നമ്മളിലേക്ക് തന്നു. ഈ ജീവിതം അവസാനിച്ച് അവൻ തീരുമാനിക്കുന്ന സമയത്ത് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ് നാം ഓരോരുത്തരും. പക്ഷെ മടങ്ങാൻ എന്റെ കയ്യിലെ അമലുസ്സാലിഹാത്തുകൾ എന്താണ്, എത്ര ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നൊരു യാഥാർത്ഥ്യമുണ്ട്, എന്റെ കയ്യിലൊന്നുമില്ല. എങ്കിൽ ഇനി ദ്രുതഗതിയിൽ അധ്വാനിക്കാനുള്ളൊരു സമയമാണ്, ഒരവസരമാണ് അല്ലാഹു തആല നമ്മളിലേക്ക് തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മദീനത്തെ മസ്ജിദുൻ നബവിയുടെ ഓരത്ത് കണ്ടുകെട്ടി ജീവിച്ച പട്ടിണിക്കോലങ്ങളിൽപ്പെട്ട അസ്ഹാബ് സുഫയിൽപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്. രാത്രിയിലെ ഒരൽപ്പം മാത്രം, 1/3 മാത്രം കിടന്നുറങ്ങി, ഒരു ഭാഗം ഹിഫ്ള് ചെയ്തും ഒരു ഭാഗം അല്ലാഹ്ക്ക് വേണ്ടി ആരാധന ചെയ്തും അദ്ദേഹത്തിന്റെ ജീവിതം കഴിച്ചുകൂട്ടി.
ഒരു വേള ഭക്ഷണമില്ലാതെ അദ്ദേഹം ബോധരഹിതനായി താഴെ വീടുന്ന സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്തൊരു വഖഫ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് പോലും അദ്ദേഹം മരിക്കുന്ന നേരത്ത് അദ്ദേഹം സങ്കടപ്പെട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അസ്സഫറു ചൊവ്വീൽ, എനിക്ക് യാത്ര പോകാൻ ഒരുപാട് ദൂരമുണ്ട്, ഖബറും മഹ്ശറും ഒക്കെ കടന്ന് ഒരുപാട് ദൂരമുണ്ട്, പക്ഷെ വസാദു ഖലീൽ, എന്റെ കയ്യിൽ വിഭവങ്ങളൊന്നുമില്ല എന്നാണ്. നമ്മളിലേക്ക് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. ഇത്രയൊക്കെ ചെയ്തിട്ടും അദ്ദേഹം പറഞ്ഞ വാക്ക് എന്റെ കയ്യിൽ വിഭവമില്ല എന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആദ്യ കാലഘട്ടം മുതൽ സേവനമനുഷ്ഠിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കുന്ന നേരത്ത് അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കാൻ പലരും വന്നു. അദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങളും പുണ്യങ്ങളും റസൂലുള്ളാഹിന്റെ മഹബ്ബത്തും ഒക്കെ എടുത്തു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, പക്ഷേ ആകാശഭൂമി നിറയെ സ്വർണവും വെള്ളിയും കിട്ടിയാലും അവിടെ രക്ഷപ്പെടാൻ വേണ്ടി ഞാനത് ചെലവഴിക്കുമായിരുന്നു. അവർക്കൊക്കെ മനസ്സിലാ ഒരു ഭയമുണ്ടായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുടെ കയ്യിൽ എന്തുണ്ട് അക്കൗണ്ടിൽ എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഒരു ദിവസം 5 വക്ത് ഇങ്ങനെ സമയം തെറ്റിയൊക്കെ നമ്മൾ നിസ്കരിച്ച ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ കയ്യിലുണ്ടാവും. അതിനെ ഒന്ന് പൊടിതട്ടി മാറ്റിയെടുക്കാൻ, ഒരു മാറ്റത്തിന്റെ തീരുമാനമെടുക്കാൻ അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് അൽഹംദുലില്ലാ നമ്മളുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന വിശുദ്ധ റമദാൻ. ഒരുപക്ഷെ അടുത്ത ആഴ്ചയിൽ വെള്ളിയാഴ്ച നമുക്ക് അള്ളാഹു ആയുസ് തന്നാൽ റമദാനിലായിരിക്കാം നമ്മൾ ഈ ജുമുഅയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയാണ്, അതാകും ശഹ്റും മുബാറക്, അനുഗ്രഹങ്ങളുടെ മാസമായ റമദാൻ, ബറക്കത്തുடைய മാസമായ റമദാൻ നിങ്ങളിലേക്കിതാ സമാഗതമായിരിക്കുകയാണ്. എല്ലാ ബർക്കത്തുമുള്ള മാസം, എല്ലാ അനുഗ്രഹങ്ങളും പേമാരി കണക്കെ പെയ്തിറങ്ങുന്ന മാസമാണ്. അതിനെപ്പറ്റി പറഞ്ഞു, ശഹ്റുൽ മർഹമ, അള്ളാന്റെ കാരുണ്യത്തിന്റെ മാസമാണ്. കാരുണ്യവാനായ റബ്ബ് അവന്റെ കാരുണ്യങ്ങളെ പെയ്തിറക്കുന്ന മാസമാണ്. വിശുദ്ധ റമദാൻ എന്ന് പറയുന്ന വാക്കിന്, റമദാൻ എന്ന് പറയുന്ന പദത്തിന് കരിച്ചു കളയുന്നത് എന്ന് അർത്ഥമുണ്ടെങ്കിൽ അതിൽ ഓരോ ഹർഫിനെ വിശദീകരിച്ച പണ്ഡിത ലോകം ആറായിനെ വിശദീകരിച്ചത് മർഹമ, അത് കാരുണ്യത്തിന്റെ മാസമാണ് എന്ന്. അല്ലാഹു തആല അവനോട് ചെയ്ത പാപങ്ങളെ ഒരു കറയില്ലാത്ത വിധം അല്ലാഹു തആല മായ്ച്ചു തരാമെന്ന് പറഞ്ഞ മാസം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു തആല പൂർവിക സമുദായങ്ങൾ 900-ങ്ങളും 1000-ങ്ങളും ജീവിച്ചപ്പോ അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, എന്റെ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ അത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെങ്കിൽ ആ നിസ്സാരമായ ആയുസ് കൊണ്ട് അവരെക്കാൾ കൂടുതൽ പുണ്യങ്ങളെ വാങ്ങാൻ അല്ലാഹു നിങ്ങളോട് കാരുണ്യം ചെയ്തു തന്ന മാസമാണ് ശഹ്റു റമദാൻ. ശഹ്റു റമദാൻ അത് ശഹ്റുൽ മഗ്ഫിറ, പാപമോചനത്തിന്റെ മാസമാണ്. ഓരോ മേഖലകളിലും ഓരോ സമയങ്ങളിലും ഓരോ ആരാധനകളിലും അതിന്റെ പവിത്രതയിലും അള്ളാഹു പാപമോചനങ്ങളെ നിറച്ചുവച്ചിരിക്കുന്നു എന്നുള്ളത് റമദാനിന്റെ മഹത്തായ പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാറുണ്ടായിരുന്നു, മർഹബൻ ലിൽ മുതഖിരീന മിനൽ ദം, പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നവരെ നിങ്ങൾക്ക് സ്വാഗതമെന്ന് റമദാനിലൂടെ പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഈ മഹത്തായ ഒരു മാസത്തിന് എന്തുകൊണ്ടാണ് റമദാനിന്റെ പവിത്രതകളെ, എന്തൊക്കെ പവിത്രതകളാണ്. ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാഅ റമദാൻ, റമദാൻ നിങ്ങളിലൂടെ സമാഗതമായി കഴിയുമ്പോ ഫുതിഹത് അബ്വാബുൽ ജന്നah, സ്വർഗത്തിന്റെ കമാനങ്ങൾ അത് തുറക്കപ്പെടുന്ന മാസമാണ്. വഉല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കമാനങ്ങൾ അത് അടക്കപ്പെടുന്ന മാസമാണ്. വസൽസലതി ശയാതീൻ, ശൈത്താന്മാരെ ചങ്ങലക്കിടപ്പെടുന്ന മാസമാണ് റമദാൻ. എന്താ പറഞ്ഞത്? റമദാന് സമാഗതമായാൽ സ്വർഗത്തിന്റെ കമാനങ്ങൾ തുറന്നു കിട്ടും. അല്ലാഹ് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കും എന്ന് പറഞ്ഞ ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ?
അവന്റെ മുഴുവൻ സാധ്യതകളും ഈ റമദാനിലുണ്ട്. മുഴുവൻ വഴികളും ഈ റമദാനിലുണ്ട്. അള്ളാഹു സ്വർഗത്തിന്റെ കമാനങ്ങളെ തുറന്നു വെച്ചിരിക്കുകയാണ്. നരകത്തിന്റെ കമാനങ്ങളെ അള്ളാഹു അടച്ചു വെച്ച മാസമാണ്. നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ അവസരവും ഈ റമദാനിലുണ്ട്. നമ്മളൊന്ന് മനസ്സ് വെച്ചിറങ്ങിയാൽ മതി. പക്ഷെ നമ്മൾ എത്ര മനസ്സ് വെക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ചാൽ മതി. ഈ ഒരു ഹുതുബക്ക് ഞാൻ വേണ്ടി തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ സലഫി പള്ളിയിൽ ആരാധനകളൊക്കെ ചെയ്യുന്ന റമദാനിൽ വേറെവിടെയും പോകാതെ ഒരു മാസം മുഴുവൻ ഇബാദത്ത് ചെയ്യുന്ന ഒരു തട്ടുകടക്കാരന്റെ അനുഭവത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കെന്തെന്നറിയോ? അദ്ദേഹം പറഞ്ഞെന്തറിയോ? ഒരു കുടുംബം നിത്യ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം നയിക്കുന്ന ഒരു സാധാരണക്കാരൻ, വൈകുന്നേരങ്ങളിൽ തട്ടുകട നടത്തി കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരാള് റമദാനിൽ അയാൾ സുന്ദരമായി ജീവിച്ചൊരു മാസം മുഴുവൻ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. അതിന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ റമദാനിന് വേണ്ടിയിട്ട് പൈസ കിട്ടുമ്പോഴൊക്കെ 100 രൂപ വെച്ചിട്ട് മാറ്റിവെക്കുന്ന അത് റമദാനിലുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് റമദാൻ മാസത്തിൽ അൽഹംദുലില്ലാ, കാരണം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി വൈകുന്നേരം 11 മണി വരെ റോഡ് സൈഡിൽ തട്ടുകട നടത്താണ്. കോഴിക്കോട് റോഡിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം. പക്ഷേ അദ്ദേഹം ആ പണം അവിടെ സ്വരൂപിച്ച് റമദാൻ എങ്ങനെ തീരുമാനിക്കാൻ നമുക്കൊരു കുറ്റബോധം തോന്നണില്ലേ പ്രിയമുള്ളവരെ? അങ്ങനെ മാറിയിരിക്കാൻ, അങ്ങനെ ആ മാസത്തിന്റെ ചൈതന്യത്തെ കാണാൻ മഹാനായ ഷാഫി ഇമാമിന്റെ ഉസ്താദ് ഇമാം ദാറുൽ ഹിജ്റ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വിശുദ്ധ റമദാനില് നോക്കണേ, മദീനത്തെ മസ്ജിദുൻ നബവിയില് അവിടുന്ന് ഹദീസിന്റെ ദർസ് നടത്തുന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ദർസുകളെ നിർത്തിവെക്കുകയാണ്. ഖുർആനിന്റെ പാരായണങ്ങളിലേക്ക്, ഇബാദത്തുകളിലേക്ക് ആ മാസം മുഴുവനായി മാറ്റിവെക്കുമെന്നാണ് പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ അദ്ദേഹം ഫുൾ ടൈം ഹദീസ് ക്ലാസ് ഡെയിലി എടുക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യും? റമദാനായി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സുകൾ നിർത്തി ഇബാദത്തിലെ. നമ്മുടെ ആളുകൾക്കൊരു പ്രത്യേകത ഉണ്ട്, നമ്മൾ ഇബാദത്തും ഇല്ല ക്ലാസ്സും ഇല്ലാതെ പോണവരാണ്. അപ്പൊ അതുകൊണ്ടാണ് റമദാനാവുമ്പോ കിട്ടുന്ന അവസരമെങ്കിലും ഉപയോഗപ്പെടുത്താൻ, നമ്മൾ ആ നന്മയെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾക്ക് വേണ്ടി സമയം കണ്ട് നരകത്തിന്റെ കമാനങ്ങൾ അടക്കപ്പെട്ട് സ്വർഗത്തിന്റെ കമാനങ്ങൾ തുറക്കപ്പെട്ട് അള്ളാഹ് അവസരം തരാൻ. ഇനി മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ, അവന്റെ വഴിതെറ്റാൻ കാരണമായ ശൈത്വാൻ ശൈത്വാമാരെ ചങ്ങലക്കിടപ്പെടുന്ന മാസമാണ്, ശൈത്വാമാരെ ബന്ധിപ്പിക്കപ്പെടുന്ന മാസമാണ്. നമ്മൾ വിചാരിക്കും എന്നിട്ട് ആളുകളൊക്കെ തെറ്റുകളിലൊക്കെ പോകുന്നുണ്ടല്ലോ റമദാനിലെ, പാപങ്ങളിലൊക്കെ മനുഷ്യർ വ്യാപൃതരാകുന്നുണ്ടല്ലോ, പല തെറ്റുകളും റമദാനിലും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ആ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ആ മറ്റു ഹദീസ് കൂടെ ജമ ചെയ്ത് വസുഫിദത്തി ശയാത്തീൻ, ശൈത്താന്മാരെ ബന്ധിപ്പിക്കപ്പെടും. വമറജത്തിൽ ജിന്നു, ജിന്ന് വർഗത്തിലെ പോക്കിരികളായ ശൈത്താന്മാരെ അള്ളാഹു ബന്ധിക്കുന്നതാണ്. അതായത് വലിയ വലിയ പോക്കിരികൾ അള്ളാഹു താല ബന്ധിച്ചു വെക്കും. എന്നാൽ ചെറുകിട ശൈത്താന്മാരെ അവരൊരു മനുഷ്യന്റെ ഒരു പരീക്ഷണമായി ഉണ്ടാകും. അതുകൊണ്ട് ഉലമാക്കൾ പറയാൻ, മറ്റു മാസങ്ങളെ കമ്പയർ ചെയ്യുമ്പോ റമദാനിൽ പാപങ്ങൾ കുറയാനുള്ള കാരണവും അതുകൊണ്ടാണ്. അല്ലാഹു തആല എല്ലാ അവസരങ്ങളും നമുക്ക് വേണ്ടി വെച്ചു തന്നിരിക്കുന്നു. റമദാനിൽ ആരംഭിക്കാൻ അത് എത്ര പേരുണ്ട്? 700 ഇരട്ടി വരെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലങ്ങൾ നൽകുന്നാൽ. നിങ്ങൾ നോക്കേ, ഇനി സാധാരണഗതിയിൽ ഇപ്പൊ നമുക്കറിയാം ഖുർആനിന്റെ മാസമാണ്, മൗസിമുൽ ഖുർആനാണ് റമദാൻ, ഖുർആൻ ഇറങ്ങിയ മാസാൻ.
അല്ലാഹു തആല ഖുർആനിന്റെ പാരായണത്തിന് നമ്മളോട് പ്രതിഫലം പറഞ്ഞത് എത്രയാണ്? മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു അശറ ഹസനാ. ഒരു ഹർഫ് അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്താൽ അവന് 10 നന്മയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 10 നന്മ എപ്പോഴാണ്? റമദാൻ അല്ലാത്തപ്പോഴാണ്. റമദാനിലോ വീണ്ടും അതിന്റെ 700 ഇരട്ടി മുതലാണ്. അഥവാ 3,23,000-ത്തിലധികം ഹർഫുണ്ട് അല്ലാഹുവിന്റെ ഖുർആനിലെ. ഒരു തവണ ഫാത്തിഹ മുതൽ നാസ് വരെ ഖത്മ ചെയ്യുമ്പോ കോടിക്കണക്കിന് പുണ്യമാണ്. റമദാൻ അല്ലാത്തപ്പോ അത് റമദാനിലൂടെ കടന്നു വന്നാൽ നമ്മളുടെ കൈകളിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ കാൽക്കുലേറ്ററുകളുടെ ഡിജിറ്റലുകളിൽ എണ്ണം തെളിയാത്ത അത്രമാത്രം പുണ്യമാണ് ഈ റമദാനിൽ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി തന്നത് എന്നാണ്. അതാണ് പുണ്യങ്ങളുടെ വസന്തോത്സവമാണ്. 700 ഇരട്ടി വരെ അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു ഈ റമദാനിൽ എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. മനസ്സ് വെക്കണം. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞില്ല, റമദാനിനെ നിയ്യത്ത് കൊണ്ട് പ്രവേശിക്കണം. റമദാനില് അതെങ്ങനെയാണ്? അത് കരുതുക, അതിനെ ചെയ്യാനുള്ള പ്ലാനിംഗ് ഉണ്ടാവണം. ദുനിയാവിലെ എല്ലാ കാര്യത്തിനും നമുക്ക് പ്ലാനിംഗ് ഉണ്ട്. നമ്മളുടെ വരുമാനത്തിലും ചെലവിനും കുടുംബാസൂത്രണത്തിലും ഒക്കെ നമുക്ക് പ്ലാനിംഗ് ഉണ്ട്. പക്ഷെ ഈ റമദാനെ സ്വീകരിക്കാൻ എന്ത് പ്ലാനിംഗ് നമ്മൾ കരുതി വെച്ചു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഒരു സാധാരണ മനുഷ്യന്റെ ഉദാഹരണം നൽകിയത്. അല്ലാഹു തആല അദ്ദേഹത്തിന് ബറക്കത്ത് നൽകി, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അതുപോലെ എന്ത് പ്ലാനിംഗ് നടത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒരു ജമാഅത്ത് നിസ്കാരം അല്ലാഹുവിന്റെ പള്ളിയിൽ വന്നാൽ അതിനെത്രയാ പ്രതിഫലം നമ്മൾ പഠിക്കാറുള്ളത്? 27 ഇരട്ടിയാണ്. നിങ്ങൾക്കറിയോ, ആ 27 ഇരട്ടി പ്രതിഫലം വെറുതെ കിട്ടൂല. അതൊന്നും വന്നാ തുടങ്ങണേ. അത് 27ലേക്ക് എത്തണമെങ്കിൽ അതിന്റെ 27 നിബന്ധനകൾ പാലിക്കണം. അല്ലാഹു തൗഫീഖ് നൽകിയാൽ അതൊരു ഖുത്ബയായി നമുക്ക് അവതരിപ്പിക്കാം. ആ 27 കണ്ടീഷനും പാലിക്കുന്നവർക്കാണ് 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്നത്. നമ്മൾ ആലോചിക്കേണ്ട, തോന്നിയ നേരത്തെ പള്ളിയിൽ ഓടി വന്ന് നിസ്കാരത്തിന്റെ ഇടയിൽ ജമാഅത്തിൽ വന്ന് അങ്ങനെയല്ലോ, അതിന്റെ പരിപൂർണമായ കണ്ടീഷനുകളെ പാലിച്ച്. ഒരുപക്ഷെ നിങ്ങൾക്കും സെർച്ച് ചെയ്യാം. ഒരു ഖുത്ബയെ നിങ്ങൾ കാത്തു നിൽക്കണമെന്നില്ല. ആ നിബന്ധനകൾ റമദാനിലൂടെ പാലിച്ച് ആ 30 രാവുകളിലെ 150ഓളം വരുന്ന ജമാഅത്തുകൾ അതിന്റെ 27 ഇരട്ടികളിൽ നിന്ന് ചോരാതെ എനിക്കത് നേടിയെടുക്കണമെന്ന ചിന്ത കടന്നു വരിക. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് റമദാനില്ലാത്തപ്പോഴാണ് 27 ഇരട്ടിയെങ്കിൽ, വീണ്ടും ഞാൻ പറയുന്നു, ഏത് കാൽക്കുലേറ്ററിന്റെ ഡിജിറ്റലുകളിലാണ് ഈ 150 വക്തുകള് നമുക്കതിന്റെ 700 ഇരട്ടികളിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യമാവാ? അല്ലാഹു തന്നില്ലേ നമുക്ക് റമദാൻ? നമ്മൾ ആലോചിക്കണം. നമ്മളൊക്കെ സാധാരണ പറയണ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആ പള്ളിയിൽ 20 മിനിറ്റിലാണ് ജമാഅത്ത് എന്ന് കരുതി, നിങ്ങളുടെ പള്ളിയിൽ 15 മിനിറ്റേ ഉള്ളൂ. ഇങ്ങനെയുള്ള സംസാരങ്ങൾക്കൊന്നും പഴുതുണ്ടാവാൻ പാടില്ല. നമ്മള് യാത്ര പോകുന്ന ആളുകളാണോ? നമ്മൾ കരുതണം, എടപ്പാൾ പള്ളിയിലെ ജമാഅത്തില് അവിടെ ഞാൻ നേരത്തെ എത്തുമെന്ന് കരുതിയിട്ട് യാത്ര ക്രമീകരിക്കാൻ. മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും രണ്ടാമത്തെ പരിഗണന കൊടുത്ത് ആദ്യത്തെ പരിഗണന ഈ റമദാനിൽ ഇബാദത്തുകൾക്കാക്കുക. നമ്മളൊക്കെ സൽക്കാരങ്ങൾക്ക് വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്ന മാസമാണ് അല്ലേ? ഇഫ്താർ ഇല്ല എന്നല്ല, ഇഫ്താറിന് പ്രാധാന്യം ഇല്ല എന്നല്ല. ഒരാളെ നോമ്പ് തുറപ്പിച്ച നോമ്പെടുത്തവന്റെ അതേ പ്രതിഫലം നോമ്പ് തുറപ്പിച്ച ആൾക്കും കിട്ടും. പക്ഷെ നമ്മളിങ്ങനെ വിരുന്നുകളുടെ ആധിക്യങ്ങൾ ഉണ്ടായി, യാത്രകളായി ജമാഅത്തുകൾ കൃത്യമായി നടക്കണില്ല, ഇബാദത്തുകൾ കൃത്യമായി നടക്കണില്ല. അങ്ങനെയല്ല, ഇത് പുണ്യങ്ങളുടെ വസന്തോത്സവമാണ്. അതിന്റെ അവസാനത്തെ 10 വരാനുണ്ട്. ഫീഹാ ലൈലാ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാളും പുണ്യമുള്ള രാവുണ്ട്. 1000 മാസങ്ങളെക്കാളും പുണ്യമുള്ള ഒരു രാവുണ്ട്. ആ രാവിനെ നമ്മൾ കാത്തിരിക്കണം. ഇനി റമദാൻ 1 മുതൽ പ്രതിഫലം ഇങ്ങോട്ട് ആരംഭിക്കാൻ അവസാനത്തേക്ക് പോകും തോറും പുണ്യങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതിന്റെ അവസാനത്തെ 10 തുല്യതയില്ലാത്ത നന്മകളാണ്. അതുകൊണ്ട് റമദാനിന്റെ മുന്നൊരുക്കത്തിൽ നമ്മൾ കരുതേണ്ടത് അതിന്റെ പ്രതിഫലങ്ങൾ നേടിയെടുക്കുന്നുള്ളതാണ്. അത്രമേൽ പ്രതിഫലങ്ങളെ ഈ റമദാനിൽ അല്ലാഹു തആല നൽകി. ഇനി പുണ്യങ്ങൾക്കൊക്കെ ഇനി ചരിത്രപരമായിട്ട് റമദാനിന് പ്രാധാന്യങ്ങളില്ലേ? ബദർ നടന്ന മാസമാണ് റമദാൻ. ഉഹദ് യുദ്ധത്തിന്റെ തയ്യാറെടുപ്പുകൾ നടന്ന മാസമാണ് റമദാൻ. മക്കം ഫതഹും ഹുനൈൻ യുദ്ധവും റമദാനുമായി കണക്ഷുഡാണ്.
നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരുപാട് ഇസ്ലാമിന്റെ വിജയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു മാസം, അതിലുപരി അള്ളാഹു ഈ പ്രതിഫലങ്ങളൊക്കെ നൽകാനുള്ള മാസം, നമ്മൾ ഖുർആൻ അവതരിച്ച മാസം എന്ന് പറയില്ലേ, അതിന്റെ കൂടെ പറഞ്ഞു തൗറാത്ത് അവതരിച്ച മാസമാണ് റമദാൻ, ഇൻജീൽ അവതരിച്ച മാസമാണ് റമദാൻ, സബൂർ അവതരിച്ച മാസമാണ് റമദാൻ. അതിന്റെ ആദ്യ 10കളിലും രണ്ടാമത്തെ 10കളിലുമാണെങ്കിൽ അതിന്റെ അവസാനത്തെ 10ലാണ് ശഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയത് അതിന്റെ അവസാന 10ലാണ്. ആ റമദാൻ മാസമാണ് ഖുർആൻ അവതീർണമായത്. നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കലുണ്ട്, ഖുർആൻ പല പല ഘട്ടത്തിലല്ലേ ഇറങ്ങിയത്, പിന്നെ അള്ളാഹ് എന്തുകൊണ്ടാണ് അതിന് റമദാനിൽ ഇറങ്ങി എന്ന് പറയാനുള്ള കാരണം അറിയോ? ലോകത്ത് അള്ളാഹു ആദ്യമായി പടച്ചത് ലൗഹിലെ കലമാണ്. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലോകത്ത് ആദ്യം പടച്ചത് ലൗഹിലെ കലമാണ്. ആ പേനയോട് അള്ളാഹു എന്തൊന്ന് എഴുതി വെക്കാൻ പറഞ്ഞോ അതാണ് ലോകത്ത് നടക്കുന്നത്. ആ ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു സൂക്ഷിച്ചു വെച്ച ഒന്നാണ് അള്ളാഹുവിന്റെ കലാമാണ് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ അള്ളാഹു ഒന്നാനാകാശത്തിന്റെ ബൈത്തുൽ ഇസ്സ, ഒന്നാനാകാശത്തിന്റെ ബൈത്തുൽ ഇസ്സ, അവിടേക്ക് അള്ളാഹു അവതരിപ്പിച്ച രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാവ്, വിശുദ്ധ റമദാനായ മാസത്തിലുള്ള രാവ്, അതിന്റെ അവസാനത്തെ 10ലൂടെ കാണാൻ പറഞ്ഞ രാവ്. ബൈത്തുൽ ഇസ്സയിലേക്ക് അള്ളാഹു ഖുർആനിനെ മുഴുവനായും അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് അള്ളാഹു തആല സാന്ദർഭികമായി 23 വർഷം കാലം ഘട്ടം ഘട്ടമായി അള്ളാഹു ഉമ്മത്തിലേക്ക് വഹി ഇറക്കിക്കൊണ്ടിരുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ 23 വർഷക്കാലത്തിന്റെ അവതരണം. അതിന്റെ തുടക്കം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് അള്ളാഹു അവതരിപ്പിച്ച മാസമാണ് വിശുദ്ധ റമദാൻ എന്നുള്ളതാണ്. വിശുദ്ധ റമദാൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന മാസം. നിങ്ങൾ ഖുർആനിൽ ഘട്ടമായി ആയത്തുകൾ അവതരിച്ച മനോഹാരിത ഓർച്ചിട്ടുണ്ടോ? അപ്പൊ നോമ്പിന്റെ ആയത്ത് പഠിക്കാൻ ഖുർആനിൽ സൂറത്ത് ബഖറ 183 മുതലുള്ള ആയത്ത് നോതി നോക്കേ. 183 ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിർബന്ധമാക്കി. 184 അയ്യാമ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളെ പറ്റി പറഞ്ഞു. 184 കഴിഞ്ഞ് പിന്നെ വീണ്ടും 185 എത്തുമ്പോ ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസം ഖുർആൻ ഇറങ്ങിയെന്ന് പറഞ്ഞു. 186 ആയത്തിലെ ഇതുമായി കണക്റ്റഡ് അല്ലാത്ത അള്ളാന്റെ തൗഹീദിനെ പറ്റി പറഞ്ഞു. വീണ്ടും 187 ആയത്തിലെ വീണ്ടും നോമ്പിനെ പറ്റി പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്നറിയോ? അതിന്റെ അത്ഭുതം എന്താണെന്നറിയോ? വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. നോമ്പ് പറഞ്ഞ്, റമദാൻ പറഞ്ഞ്, ഖുർആനിന്റെ അവതരണങ്ങളെ പറഞ്ഞ് അള്ളാനെ തക്ബീർ ചെയ്യാനാണ്, വാഴ്ത്താനാണ് ഈ റമദാനും അതിന്റെ നോമ്പുമെന്ന് പറഞ്ഞിട്ട് അള്ളാനെ പറ്റി ചോദിച്ചാൽ നബിയെ പറഞ്ഞു കൊടുക്കണേ, അള്ളാഹു സമീപസ്ഥനാണ്, അടുത്തുള്ളവനാണ്. വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ലാ, അവന്റെ ദുആഇന് ഞാൻ ഇജാബത്ത് നൽകുന്നവനാണ്. പ്രിയമുള്ളവരെ, റബ്ബിനോടടുക്കാൻ, അല്ലാഹുവോട് ബന്ധം സൂക്ഷിക്കാൻ ഏറ്റവും വലിയ മഹത്തായ മഹനീയമായ മാസമാണ് റമദാൻ. ഉണ്ടോ? അല്ലാഹ് അത്ര അടുത്തുണ്ട് നമ്മളോട്. അല്ലാഹുവോട് ചോദിക്കാൻ, അല്ലാഹുവോട് പറയാൻ, ഇബാദത്ത് കൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ, അല്ലാഹുവിനോട് അവന്റെ മിത്രമായി അടുപ്പം സ്ഥാപിക്കാൻ കഴിയുന്ന മാസം. ചോദിച്ചോ, അല്ലാഹ് അടുത്തുള്ളവനാണ്. റമദാനിലെ അത്താഴത്തിന് എണീക്കുന്നൊരു സമയമല്ലേ, രാത്രിയുടെ 1/3 യൻസിലു റബ്ബുനാ തബാരക വതആല ഇല സമാഇ ദുനിയാ, അല്ലാഹു ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. 7ാം ആകാശത്തിലെ അവന്റെ അർശിനും കുർസിക്കും മുകളിൽ ഉപവിഷ്ടനായ അല്ലാഹ് അവന്റെ അടിമകളിലേക്ക് അടുക്കാൻ 1ാം ആകാശത്തിലേക്ക് അല്ലാഹ് ഇറങ്ങി വരികയാണ്. ആരുണ്ടെന്നോട് ചോദിക്കാൻ, അവന് ഞാൻ ഉത്തരം നൽകാം. ആരുണ്ടെന്നോട് ദുആ ചെയ്യാൻ, അവന് ഞാൻ ഇജാബത്ത് നൽകാം. ആരുണ്ടെന്നോട് പൊറുക്കലിന് തേടാൻ, അവന് ഞാൻ പൊറുച്ചു തരാം.
അവര് ഞാൻ പൊറുച്ചു തരാം. പ്രിയമുള്ളവരെ, ജീവിതങ്ങളിലൂടെ അബദ്ധങ്ങളുള്ളവരെ, സൽക്കർമ്മങ്ങളുടെ കുറവുള്ളവരെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളുള്ളവരെ, പ്രയാസങ്ങളുള്ളവരെ അല്ലാഹു തആല അത്താഴത്തിനെണീക്കുന്ന സമയമില്ലേ, ഒരൽപ്പസമയം അല്ലാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ച് യജമാനനായ റബ്ബിനോട് മനസ്സ് തുറക്കാൻ, കരങ്ങളുയർത്താൻ, വേദനകളെ പറയാൻ അല്ലാഹു അവസരം തന്നിരിക്കുന്നു. റമദാൻ അതിന് ഏറ്റവും സുലഭമായ സമയം, ഏറ്റവും സുലഭമായ സമയം. അല്ലാഹനെ കൂടാതെ ആരുണ്ട് നമ്മളുടെ മനസ്സറിയാൻ? ആരുണ്ട് കേൾക്കാൻ? ആരുണ്ട് ഉത്തരം പറയാൻ? എന്റെ മനസ്സിന്റെ ഒരുപാട് സങ്കടങ്ങൾ നിങ്ങളിലൂടെ ആരോടെങ്കിലും ഞാൻ പങ്കുവച്ചാൽ കേട്ടുതരും. അതൊരു മാനുഷിക പരിഗണനയാണ്. രണ്ടാമത്തെ ദിവസം കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സ് പറയും, ഇതന്നെയല്ലേ ഇന്നലെയും പറഞ്ഞെന്ന് പറയാം. മൂന്നാമത്തെ ദിവസം അതേ കാര്യം പറഞ്ഞാല് ഇയാൾക്ക് വേറൊന്നും പറയാനില്ലെന്ന് നമ്മൾ ചിന്തിക്കാം. പിന്നെ നമ്മുടെ ആള് വരുമ്പോഴത്തേനും നമ്മൾ പതുക്കെ എസ്കേപ്പ് ആവും. കാരണം ഇയാൾ തന്നെ പറയാതിരിക്കാൻ എന്ന് നമുക്ക് മാനസികമായി തോന്നിയേക്കാം. പക്ഷെ നമ്മുടെ അല്ലല്ലേ നിങ്ങളൊരു കാര്യം അള്ളാഹിനോട് പറഞ്ഞു, എത്രയും അള്ളാഹിനോട് പറഞ്ഞു. അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹു നമ്മളെ കേൾക്കാൻ സന്നദ്ധനാണ്. ഇത്രയും നമ്മളോട് സ്നേഹമുള്ള റബ്ബല്ലാതെ ആരാണ്? പറ. മനസ്സിന്റെ വേദനകൾ അറിയാൻ, നൊമ്പരങ്ങൾ അറിയാൻ, കൂടത്തോളത്ത് കൈയിട്ടവനും നമ്മളോട് തിരിച്ചു ചതിക്കുമോ അവിടെ നമ്മളുടെ വേദനകൾ അറിഞ്ഞിടപെടാൻ കഴിവുള്ളവനല്ല, അല്ലാഹുവാണ് യജമാനനായ റബ്ബ്. ഇതിനേക്കാളും വലിയൊരു സഹായി നമുക്കുണ്ടോ? കൂട്ട് നമുക്കുണ്ടോ? മനസ്സ് കേൾക്കുന്നവൻ നമുക്കുണ്ടോ? റമദാൻ ഉപയോഗപ്പെടുത്തിക്കൂടെ? നമുക്ക് അക്കൗണ്ടിലൂടെ അമലുകളെ, പുണ്യങ്ങളെ നിറച്ചു വെക്കാൻ ഈ അവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൂടെ? അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ എന്നുള്ളത് കൊണ്ടാണ് ഖുർആനിനെ വസന്തമായി ഏറ്റെടുക്കുമ്പോ നമ്മളോടൊരു പ്രധാന ഇബാദത്ത് പറഞ്ഞ മറ്റൊരു മാസത്തിലും ഇല്ലാത്ത പ്രത്യേകത. അതെന്താണ്? ശഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഹുദൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശനമാണ്. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യ അസത്യ വിവേചനത്തിന്റെ ഗ്രന്ഥമാണ്. എല്ലാം വേർതിരിച്ച് പഠിപ്പിച്ചു തരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ട് അല്ലാഹ് ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഒരു ഇബാദത്ത് നമ്മളോട് പറഞ്ഞു. ഫമാ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹ്. ആര് ഈ ഒരു മാസത്തിൽ ഹാജറുണ്ടോ ഈ മാസം മുഴുവനായും അല്ലാഹ്ക്ക് വേണ്ടി നോമ്പെടുക്കട്ടെ. ഒരു മാസം മുഴുവനായി അല്ലാഹ്ക്ക് വേണ്ടി നോമ്പെടുക്കാൻ എന്ത് കാരണം കൊണ്ടാണ്? ഖുർആൻ ഇറങ്ങിയ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് നോമ്പുകാരനായി മാറാൻ പറഞ്ഞു. നിങ്ങൾ നോക്കി, ഖുർആന്റെ ഇറങ്ങിയ മാസം, ഒരു മാസം മുഴുവൻ നോമ്പെടുക്കാൻ പറഞ്ഞത് ഫർളാണ്. ഖുർആൻ ഇറങ്ങിയ ദിവസമല്ലേ? തിങ്കളാഴ്ച ദിവസമാണ്. സ്വഹീഹ് മുസ്ലിം 1172 നമ്പർ ഹദീസിലെ കാണാം, ആ ഖുർആൻ ഇറങ്ങിയ തിങ്കളാഴ്ച നിങ്ങൾക്ക് സുന്നത്ത് നോമ്പുണ്ട്. സുഇല അൻ സൗമി യൗമിൽ ഇത്നൈൻ, തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോ അവിടെന്ന് പറഞ്ഞു, ഫീഹി വിളിച്ചു, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്. വബുഇസ്തു, എന്നെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. ഔ ഉൻസില അലയ്യൽ ഖുർആൻ, അതല്ലെങ്കിൽ എനിക്ക് ഖുർആൻ അവതീർണമായത് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് എല്ലാ തിങ്കളും നിങ്ങൾ നോമ്പെടുക്ക്. സുന്നത്ത് നോമ്പാണ്. ഖുർആൻ ഇറങ്ങിയ മാസം റമദാൻ മുഴുവനായി നോമ്പാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാനിനെ സ്വീകരിക്കാൻ എല്ലാ അർത്ഥത്തിലും നമ്മൾ തയ്യാറെടുക്കുമ്പോ ഈ റമദാനിന്റെ മഹനീയത ഉൾക്കൊണ്ട്, അതിന്റെ പവിത്രത ഉൾക്കൊണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യം എനിക്ക് വേണം, പാപമോചനം എനിക്ക് വേണം, ദുആകൾക്ക് ഇജാബത്ത് എനിക്ക് വേണം. മാക്സിമം മരിച്ചു പോകുമ്പോ സമ്പാദിക്കാനുള്ള അമല് സാലിഹാത്ത് ഈ റമദാനിൽ എനിക്ക് സമ്പാദിക്കാൻ എനിക്ക് കഴിയേണ്ടതുണ്ട്. ഒരു തരി പോലും പാപമില്ലാതെ എന്റെ പാപങ്ങൾ എനിക്ക് പൊറുച്ചു കിട്ടേണ്ടതുണ്ട്. മാത്രമല്ല, സ്വർഗത്തിൽ പോകാൻ സാധ്യമാകേണ്ടതുണ്ട്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമാകേണ്ടതുണ്ട്. എന്റെ അള്ളാഹനെ എനിക്ക് കാണാൻ കഴിയണം. ആ ഒരു ആഗ്രഹത്തോടുകൂടെ ഇൻഷാ അല്ലാഹ്, ഇതൊക്കെ റമദാനിൽ അള്ളാഹു നമുക്ക് തന്ന ഓഫറുകളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകിയാൽ അടുത്ത ഖുതുബയിൽ നോമ്പിന്റെ വിധിവിലക്കൽ, നോമ്പായി തീരാൻ വേണ്ട കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് അമലു സ്വാലിഹാത്തുകൾ റമദാനിൽ നമ്മൾ ക്രമീകരിക്കാനുള്ളത്, അത് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ റമദാനുമായി ബന്ധപ്പെട്ട് നമുക്ക് പൂർണ്ണമായി നമ്മുടെ പാപങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത്, റമദാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കരിച്ചു കളയുന്നത് എന്ന് എന്തുകൊണ്ടെന്നറിയോ? നമ്മളിലുള്ള പാപങ്ങളെ അല്ലാഹു തആല പൊറുച്ചു തരാൻ അല്ലാഹു പറഞ്ഞു. നോമ്പ് കൃത്യമാണോ? പാപങ്ങളെ അല്ലാഹു പൊറുച്ചു തരാന്ന് പറഞ്ഞു. മൻ സാമ റമളാന ഈമാനം വഹ്തിസാബ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അവന്റെ മനസ്സും ശരീരവും ഇച്ഛകളും എല്ലാം കൺട്രോൾഡ് ആയിട്ട്, നാവിന്റെ നിയന്ത്രണം പെർഫെക്റ്റ് ആയിട്ട് റമദാനിൽ നോമ്പെടുത്താൽ പാപം അല്ലാഹു പൊറുച്ചു തരാന്ന് പറഞ്ഞു. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബ, റമദാനിൽ തൗഹീദോടെ അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് തറാവീഹ് നമസ്കരിച്ചാൽ, ഖിയാമുൽ ലൈൽ നിർവഹിച്ചാൽ പാപങ്ങളെ അല്ലാഹു പൊറുത്തു തരാന്ന് പറഞ്ഞു. വഅത്ബഇ സയ്യിഅത്തിൽ ഹസനത തംഹുഹ, തെറ്റുകളുള്ള ജീവിതത്തിൽ നന്മകളുടെ ആധിക്യം കടന്നു വരുമ്പോ ആ നന്മ കൊണ്ട് തിന്മകളെ മായ്ച്ചു തരാമെന്ന് പറഞ്ഞു. റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് സ്വമേധയ അല്ലാഹു പാപങ്ങളെ പൊറുച്ചു തരാമെന്ന് പറഞ്ഞു. അതിന്റെ അവസാനത്തെ 10 ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് ചോദിച്ചില്ല, റസൂലേ, എന്താ തേടാനുള്ളത്? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മാപ്പിരക്കുന്നതിനെ ഇഷ്ടപ്പെടുന്ന അല്ലാഹ്, എന്റെ പാപങ്ങളൊക്കെ എനിക്ക് മാപ്പ് തരണേ എന്ന് അള്ളാഹിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. ഇനി അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തിക്കോളാൻ പറഞ്ഞു. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടേ ഇല്ല എന്ന രൂപത്തിൽ അല്ലാഹ് പൊറുച്ചു തരാമെന്ന് പറഞ്ഞു. നോക്കണേ, രാവും പകലും അല്ലാഹു നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പാപമോചനത്തിന്റെ എല്ലാ അവസരങ്ങളും റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് സ്വമേധയ പാപങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു പൊറുത്തു തരാമെന്ന് പറഞ്ഞു. ഈ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടും ഏറെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട, എല്ലാ റമദാനുകളിലും ആവർത്തിക്കുന്ന, ഒരുപക്ഷെ കഴിഞ്ഞ ഖുത്ബയിൽ ഒരു സൂചന വരെ തന്നുപോയ ആ ഹദീസിലെ മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പർ, മുത്തുറസൂലിന്റെ ശബ്ദം ശ്രവിക്കാൻ കാതോർത്തിരിക്കുന്ന സഹാബ അവരാകെ കേട്ടുപോയൊരു വാക്ക് ആമീൻ എന്നാണ്. ഒരൽപ്പ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അവർ ആമീൻ എന്ന് കേട്ടു. മൂന്നാമതും ആമീൻ എന്ന് കേട്ടപ്പോ ഫലമ്മാ ഫരിഅ റസൂലുള്ളാഹിന്റെ ഖുത്ബയിൽ നിന്ന് വിരമിക്കുമ്പോ അവർ ചോദിച്ചു, നബിയെ, എന്തുകൊണ്ട് അങ്ങനെ ആമീൻ പറഞ്ഞത്? അത്താനി ജിബ്രീൽ, എന്റെ അടുക്കൽ ജിബ്രീൽ വന്നതാണ്. ജിബ്രീൽ 3 ദുആ നടത്തിയതാണ്. ആ ജിബ്രീലിന്റെ പ്രാർത്ഥന എന്താണ്? റഅയിമ അൻഫുറജുൽ, ഹൃദയത്തിൽ കൊത്തിവെച്ചിട്ടല്ലാതെ. ഇനിയും പറയും ഈ ഹദീസ് റമദാനിന്റെ അവസാനത്തിൽ ഒന്നുകൂടെ നമ്മൾ മിമ്പറിൽ വെച്ച് പറയും. കാരണം അത് ഉണർത്തപ്പെടണം. ഇത്ര ഓഫർ തന്നാലും അതിന്റെ മറുപുറം റമദാനിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്ത മനുഷ്യനുണ്ടോ? റഅയിമ അൻഫുറജുൽ, അവൻ മുഖം കുത്തി വീഴട്ടെ, അവൻ നാശമടയട്ടെ, അവൻ തുലയട്ടെ എന്ന് ദുആ ചെയ്തത് ജിബ്രീലാണ്. ആമീൻ പറഞ്ഞത് റസൂലുള്ളയാണ്. സ്ഥലം മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറാണ്. ഇത്രയൊക്കെ അവസരമുണ്ട് ശഹറുൽ മഅ്ഫിറ, പാപമോചനത്തിന്റെ ഈ മാസത്തിന്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ നിങ്ങളോട്, പിറന്നു വീണ മണ്ണിൽ നിന്ന് കല്ലേറിന്റെ വേദനകളുടെ യാതനകളുടെ പിന്നില് ഒരൽപ്പം ആശ്വാസം തേടി ഉമ്മാന്റെ കുടുംബക്കാര്, ഗോത്രക്കാര് താമസിക്കുന്ന തായിഫിന്റെ ജബലെടുക്കുകാടെ കല്ലേറുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് താഴെ വീഴുമ്പോ ചട്ടമ്പിക്കുട്ടികളെ, തെരുവുമക്കളെ കൊണ്ട് നെറ്റിന്ന് കാലിന്ന് രക്തമൊഴുകിയപ്പോ, ബോധം നഷ്ടപ്പെട്ടു പോയപ്പോ, ബോധം വരുമ്പോ മറ്റൊരു ഭാഗത്തുണ്ടായപ്പോ കൂടെയുണ്ടായിരുന്ന സഹാബി ഒരു തുള്ളി ദാഹജലം പോലും തന്നില്ല നബി എന്ന് അള്ളാന്റെ മുത്തുനബിയോട് സങ്കടം പറഞ്ഞപ്പോ 600 ചിറകുകളോടെ ജിബ്രീൽ വന്നിറങ്ങുമ്പോ, പർവ്വതങ്ങളുടെ ഉത്തരവാദിത്വമുള്ള മലക്കുൽ ജിബാൽ വന്നിറങ്ങുമ്പോ ഒരു വാക്ക് നബിയെ അവരോട് പ്രതിക്രിയ ചെയ്യാൻ, അവരെ ഇല്ലായ്മ ചെയ്യാൻ അനുവാദം കൊടുത്തില്ല റസൂലുള്ളാഹ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ അഗ്ഫിർ ലിഖൗമി, തന്റെ ഉമ്മത്തിനോട്, തന്റെ അനുയായികളോട് സ്നേഹമുള്ള അതേ റസൂൽ മദീനയുടെ മിമ്പറിൽ വെച്ച് ആമീൻ പറഞ്ഞു. കണ്ടോ, കല്ലെറിഞ്ഞവരോട്, രക്തം പൊടിച്ചവരോട്, കൊല്ലാനാക്കിയവരോട്, അവഹേളിച്ചവരോട് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ച് ദുആ ചെയ്തിട്ടില്ല.
പക്ഷേ റമദാനിനെ അവഗണിച്ചവരെ റസൂൽ ദുആ ചെയ്തു, ആമീൻ പറഞ്ഞു. ഈ റമദാനായിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തവരെ നാശമടയട്ടെ എന്ന ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാനിന്റെ ഓരോ അമലുകളെ ക്രമീകരിക്കാൻ, ഈ റമദാൻ എന്താകണമെന്ന് നേരത്തെ കൂട്ടി ഒരു പ്ലാൻ ചെയ്യാൻ, എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ടല്ല. അപകടങ്ങളിൽപ്പെട്ട് ചികിത്സകളിലൂടെ കഴിയുന്ന സഹോദരങ്ങളുണ്ട്. 2 ആക്സിഡന്റുകളാണ് തുടരെ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ഒന്ന്, നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയിൽ കർണാടകയുടെ മംഗലാപുരത്തിന്റെ ഭാഗത്ത് ആക്സിഡന്റിൽപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. മംഗലാപുരം ഭാഗങ്ങളിലൂടെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ആക്സിഡന്റിൽപ്പെട്ടവരുണ്ട്. ഒരുപാട് രോഗത്തിന്റെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ കഴിയുന്ന ആളുകളുണ്ട്. ഈ റമദാനിന്റെ വിഷയങ്ങളൊക്കെ മിമ്പറിലൂടെ പറയുമ്പോ വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി മാത്രം അതിനെ ശ്രവിക്കുന്നവരുണ്ട്. ഒരു നോമ്പ് പോലും എടുക്കാൻ തൗഫീക്കില്ലല്ലോ എന്ന് പറയുന്ന, ലിവർ മാറ്റിവെച്ച സഹോദരങ്ങളുണ്ട്. കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുള്ളവരുണ്ട്. ക്യാൻസറുമായി ബന്ധപ്പെട്ട ചികിത്സകളിലുള്ള ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഷിഫ ആജിൽ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم. اللهم بلغنا رمضان. اللهم بلغنا رمضان. اللهم بلغنا رمضان. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.